ഓക്കെ, 3 IPOs ആണ് മാർക്കറ്റിൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. എക്സ്ട്രാനെറ്റ് ടെക്നോളജീസ്, ഇൻഡോ MIM, അതുപോലെ ലോഹിയ കോർപ്പറേഷൻ. ഈ 3 IPOസും ജൂലൈ 23 ഓപ്പൺ ആയിട്ട് 27-ാം തീയതി ക്ലോസ് ചെയ്യും. 28-ാം തീയതി ഈ ഒരു IPOയുടെ അലോട്ട്മെൻറ്റ് ഫൈനലൈസ് ചെയ്യും. അതുപോലെ IPO കിട്ടുന്നവർക്ക് 29-ാം തീയതി ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് ഷെയർസ് ക്രെഡിറ്റ് ആവുന്നതാണ്. അതുപോലെ 30-ാം തീയതി ഈ 3 കമ്പനീസും മാർക്കറ്റിൽ ലിസ്റ്റ് ആവും. ഈ 3 കമ്പനീസിലും ഗ്രേ മാർക്കറ്റിൽ നല്ല പ്രീമിയം ഉണ്ട്. അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കമ്പനീസാണ്. അപ്പോൾ നമ്മൾ ഈ 3 IPOസും ഒന്ന് കമ്പയർ ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്ട്രാനെറ്റ് ടെക്നോളജീസിലും ഇൻഡോ MIMലും 35% റീറ്റെയിൽ കോട്ടയാണ്. പക്ഷേ ലോഹിയ കോർപ്പറേഷനിൽ 10% മാത്രമേ റീറ്റെയിൽ കോട്ടയുള്ളൂ. ഇപ്പോൾ ഇൻഡോ MIMൻ്റെ കാര്യത്തിൽ 3811 കോടി രൂപയുടെ IPO ആണ്. അതിന് 35% റീറ്റെയിൽ കോട്ട. അത് വലിയൊരു എമൗണ്ട് ഉണ്ട്. പക്ഷേ അതേസമയം എക്സ്ട്രാനെറ്റ് ടെക്നോളജിയിൽ 166 കോടി രൂപയുടെ IPO ആണ്. അതിൽ 35% എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. അതിനേക്കാളും കൂടുതൽ എമൗണ്ടിലുള്ള IPO ഈ ഒരു ലോഹിയ കോർപ്പറേഷൻ്റെ 10%. അതായത് ലോഹിയ കോർപ്പറേഷൻ 4490 കോടി രൂപയുടെ IPO ആണ്. അപ്പോൾ ആ ഒരു IPOയുടെ 10% എന്ന് വെച്ചാൽ 449 കോടിയാണ്. അപ്പോൾ അത് ഈ ഒരു എക്സ്ട്രാനെറ്റ് ടെക്നോളജീസിൻ്റെ ടോട്ടൽ IPOയുടെ സൈസിനേക്കാളും കൂടുതലാണ്. അപ്പോൾ എത്ര ശതമാനം വെച്ച് നമുക്ക് അലോട്ട്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ സൈസ് വെച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ഡിഫറൻ്റ് ആയിരിക്കും ഈ 3 IPOസിൽ. അപ്പം എത്ര ടൈംസ് ഈ ഒരു IPO സബ്സ്ക്രൈബ് ആവുന്നുണ്ട് അതും കൂടെ നോക്കിയിട്ട് മാത്രമേ ഏതിലാണ് കൂടുതൽ ചാൻസ് നമുക്ക് കിട്ടാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഡേറ്റയിൽ മെയിനായിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ ഗ്രേ മാർക്കറ്റിലുള്ള പ്രീമിയമാണ്. ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റഡ് ആവാൻ പോകുന്ന കമ്പനീസ് ഗ്രേ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു ഗ്രേ മാർക്കറ്റിൽ എത്ര രൂപ പ്രീമിയത്തിൽ, എത്ര ശതമാനം പ്രീമിയത്തിലാണ് ഈ 3 കമ്പനീസും ട്രേഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം ഉള്ളത് ഈ ഒരു ഇൻഡോ MIM എന്നുള്ള കമ്പനിക്കാണ്. അതിന് ഓൾമോസ്റ്റ് 40% ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോഴും ഉണ്ട്. 50% വരെയൊക്കെ പോയായിരുന്നു. പക്ഷേ ഇപ്പോഴും 40% ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം ഉണ്ട്. അതുപോലെ രണ്ടാമത് ഏറ്റവും ഹയസ്റ്റ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു എക്സ്ട്രാനെറ്റ് ടെക്നോളജീസിലാണ്. ഓൾമോസ്റ്റ് 15% ഉണ്ട്. 20% വരെ പോയായിരുന്നു. ഇപ്പോൾ 15% മാത്രമേ ഉള്ളൂ. ഏറ്റവും കുറവ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഈ ഒരു ലോഹിയ കോർപ്പറേഷനിലാണ്. ലോഹിയ കോർപ്പറേഷനിൽ 15% ഒക്കെ പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ 10%, 9% ആ ഒരു റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ഇൻഡോ MIM, രണ്ടാമത് എക്സ്ട്രാനെറ്റ് ടെക്നോളജീസ്, മൂന്നാമത് ഈ ഒരു ലോഹിയ കോർപ്പറേഷൻ. പിന്നെ നമുക്ക് താരതമ്യം ചെയ്യാനുള്ള ഈ ഒരു കമ്പനിയുടെ IPOയുടെ ഒബ്ജക്റ്റീവാണ്. നമ്മുടെ ഈ ഒരു എക്സ്ട്രാനെറ്റ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനി 664 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു ചെറിയ കമ്പനിയാണ്. അപ്പോൾ ആ ഒരു കമ്പനി 166 കോടി രൂപയുടെ ചെറിയൊരു IPO ആണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു IPOയുടെ ഒബ്ജക്റ്റീവ് 166 കോടി രൂപയുടെ IPOയും ഫ്രഷ് ഇഷ്യൂ ആണ്. ഒരു ഷെയർസ് പോലും പ്രൊമോട്ടേഴ്സ് ഈ ഒരു കമ്പനിയിൽ സെല്ല് ചെയ്യുന്നില്ല. ഈ 166 കോടി രൂപയുടെ IPOയും ഈ ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടും ഡെറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ക്യാപെക്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കമ്പനിയിലോട്ട് തന്നെ ആ ഒരു കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് ഫുൾ പൈസ യൂസ് ചെയ്യുന്നത്. താരതമ്യം ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഇൻഡോ MIMൻ്റെ കമ്പനിയായിട്ട് നോക്കുകയാണെങ്കിൽ 23,931 കോടി, ഓൾമോസ്റ്റ് 24,000 കോടിയോളം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു വലിയ കമ്പനിയാണ് ഈ ഒരു ഇൻഡോ MIM എന്ന് പറയുന്നത്. അവർ 3,811 കോടി രൂപയുടെ വലിയൊരു IPO ആണ് കൊണ്ടുവരുന്നത്. അതിൽ 3,322 കോടിയോളം രൂപയുടെ IPOയും ഓഫ് സെയിലാണ്. അത്രയും ഷെയർസും മാർക്കറ്റിൽ വിൽക്കപ്പെടുവാണ്. വെറും 499 കോടി രൂപയുടെ ഷെയർസ് മാത്രമേ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് കൊണ്ടുവരുന്നുള്ളൂ. ആ കമ്പനിയിലോട്ട് പൈസ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുള്ളൂ. അതിൽ തന്നെ ഗ്രീൻ മെഡോസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 2,935 കോടിയോളം രൂപയുടെ ഷെയർസ് വെക്കുന്നത്. 264 കോടി രൂപയുടെ ഷെയർസ് ഈ ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പുകാരും അതുപോലെ IIT മദ്രാസ് 112 കോടി രൂപയുടെ ഷെയർസ് വിൽക്കുന്നുണ്ട്. ഈ ഒരു IIT മദ്രാസിന് ഈ ഒരു ടെക്നോളജി കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് പണ്ട് ഈ ഒരു കമ്പനിയിൽ കുറച്ച് എക്വിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ശതമാനമാണ്, നല്ലൊരു ശതമാനമാണ് ഓഫ് സെയിൽ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡോ MIMൻ്റെ IPOയുടെ ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ഷെയർസും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പുകാർ ആ ഒരു കമ്പനിയിലുള്ളത്, അതുപോലെ IIT മദ്രാസ്, അതുപോലെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുകയാണ്. കുറച്ച് പൈസ കമ്പനിയിലോട്ട് വരാൻ വേണ്ടി ഒരു 499 കോടി രൂപയുടെ ഷെയർസ് കമ്പനിയിലോട്ട് ക്യാഷ് റേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ലൊരു ശതമാനവും ഓഫ് സെയിലും ചെറിയ ശതമാനം ഫ്രഷ് ഇഷ്യൂ ആണ്. മറ്റേ എക്സ്ട്രാനെറ്റ് ടെക്നോളജീസിൽ ഫുള്ള് ഫ്രഷ് ഇഷ്യൂ ആണ്, എല്ലാം കമ്പനിയിലോട്ട് വരുന്ന പൈസയാണ്. അപ്പോൾ ഇൻഡോ MIMൻ്റെ ആ ഒരു IPO ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ ആ ഒരു എക്സ്ട്രാനെറ്റ് ടെക്നോളജീസിനെക്കാളും മോശമാണ്. പക്ഷേ ലോഹിയ കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 100% പ്രൊമോട്ടേഴ്സ് തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ ഷെയർസ് സെല്ല് ചെയ്യുന്നത്. ഓഫ് സെയിലാണ് ഫുള്ളി. ഈ ഒരു 4,490 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയിൽ 1,190 കോടി രൂപയുടെ ഓഫ് സെയിലാണ്, ഫുള്ളി ഓഫ് സെയിലാണ്. ഈ ഒരു കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ കയ്യിൽ ഇരിക്കുന്ന ഷെയർസ് ആണ് വിൽക്കുന്നത്. 95% ആ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് 75% കുറയും ഈ ഒരു IPOയുടെ ഇഷ്യൂ കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു IPOയുടെ ഒബ്ജക്റ്റീവ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല IPO ഒബ്ജക്റ്റീവ് ഉള്ളത് ഈ ഒരു എക്സ്ട്രാനെറ്റ് ടെക്നോളജീസിൻ്റെയാണ്. രണ്ടാമത് ഇൻഡോ MIMൻ്റെ, അതുപോലെ
ലാസ്റ്റ് ലോഹിയ കോർപ്പറേഷൻ ഫുള്ളി ഓഫ് ഫോർ സെയിലാണ്. നമ്മുടെ ഇൻഡോ എംഐഎമ്മിൽ കുറച്ചെങ്കിലും പൈസ ആ ഒരു കമ്പനിയിലോട്ട് റേസ് ചെയ്യുന്നുണ്ട്, ആ ഒരു കമ്പനിയുടെ ഡെറ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു ലോഹിയ കോർപ്പറേഷനിൽ ഫുള്ളി പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിരിക്കുന്നത്, അതും മെയിൻ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിരിക്കുന്ന ഷെയർസ് തന്നെയാണ്. അത് വിൽക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു IPO കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു കമ്പനിക്ക് ഗ്രേ മാർക്കറ്റിൽ ഏറ്റവും കുറച്ച് പ്രീമിയം ഉള്ളത്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കമ്പനികളുടെ ബിസിനസ്സുകളാണ്. ഈ ഒരു എക്സ്ട്രാനെറ്റ് ടെക്നോളജീസിൻ്റെ ബിസിനസ് നോക്കുകയാണെങ്കിൽ 2002 സ്റ്റാർട്ട് ചെയ്ത ബേസിക്കലി ഒരു IT സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എൻ്റർപ്രൈസുകൾക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ്, ഈ ഒരു സിനർജി എന്ന് പറഞ്ഞാൽ ലോ കോഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ എക്സ്ട്രാ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറിലുള്ള അവരുടെ ആ ഒരു ബിസിനസ്, അതുപോലെ ഇപ്പോൾ വളർന്നു വരുന്ന ആ ഒരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ അവർക്ക് നല്ലൊരു ബിസിനസ്സുണ്ട്. ഇപ്പോഴത്തെ ആ ഒരു ഡേറ്റാ സെൻറ്റർ ആ ഒരു ബിസിനസ്സിലേക്ക് അവർ നല്ല IT സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കമ്പനി. അതുപോലെ സൈബർ സെക്യൂരിറ്റിയിലും അവർക്ക് നല്ലൊരു ബിസിനസ്സുണ്ട്. അപ്പോൾ ഇപ്പോൾ വളർന്നു വരുന്ന ബിസിനസ്സിൽ അവരുണ്ട്. അതുപോലെ തന്നെ പണ്ട് മുതലേ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു എൻ്റർപ്രൈസ് സൊല്യൂഷൻസിലും അവർക്ക് ആ ഒരു ബിസിനസ്സുണ്ട്. ഈ ഒരു ബിസിനസ്സിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. ആ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അത്ര നല്ലൊരു പിക്ചർ അല്ല നമുക്ക് തരുന്നത് ബാക്കിയുള്ള ബിസിനസ്സുകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ഈ ഒരു കാര്യത്തിൽ ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്ന ഈ ഒരു ബിസിനസ് ഇൻഡോ എംഐഎമ്മിലാണ്. ഇൻഡോ എംഐഎം 1996 സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ്സാണ്. ഈ ഒരു കമ്പനി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മെറ്റൽ ഇഞ്ചക്ഷൻ മോൾഡിംഗ് കമ്പനിയാണെന്ന്. ഇവർക്ക് ലോകത്തിൽ തന്നെ 6.8% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇന്ത്യയിൽ 40% മാർക്കറ്റ് ഷെയർ ഉണ്ട് ഈ ഒരു ബിസിനസ്സിൽ. അതുപോലെ അവർ ആ ഒരു പുതിയ ഒരു വാക്യൂം കാസ്റ്റിങ്ങും 3D പ്രിൻറ്റിങ്ങും ഒക്കെ വഴി ഇതുപോലുള്ള കമ്പോണൻസ് ഉണ്ടാക്കുന്ന ആ ഒരു ബിസിനസ്സിലോട്ട് കടക്കുന്നുണ്ട്. ഇവർ ബേസിക്കലി ഉണ്ടാക്കുന്നത് ഹൈ പ്രിസിഷൻ വേണ്ടുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ചെറിയ മെറ്റൽ കമ്പോണൻസ് ഒക്കെയാണ്. അത് മെയിനായിട്ട് യൂസ് ചെയ്യപ്പെടുന്നത് എയറോസ്പേസ് ഇൻഡസ്ട്രിയിൽ, ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ, മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലൊക്കെയാണ്. അപ്പോൾ ഇതുപോലുള്ള കമ്പോണൻസിന് നല്ല ടെക്നിക്കൽ സ്കില്ലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് അല്ലത്. അതുപോലെ ആ ഒരു പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഒരു സാമ്പിളൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള കമ്പനിക്കാർക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതുപോലെ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾക്ക് വലിയൊരു ബൾക്കായിട്ടുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും എല്ലാം ഇതുപോലെ ഈ ഒരു ബിസിനസ്സിൽ കുറേ കാലം കൊണ്ടുള്ള ഒരാൾക്ക് മാത്രമേ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സ്ട്രാനെറ്റ് ടെക്നോളജീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ബിസിനസ്സാണ്. അവരുടെ ആ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ഈ ഒരു കമ്പനിക്കുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു റവന്യൂ മിക്സ് നോക്കുകയാണെങ്കിലും 77% റവന്യൂസ് വരുന്നത് ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നാണ്. US, UK അതുപോലുള്ള രാജ്യങ്ങളിലാണ്. വെറും 23% മാത്രമേ ഇന്ത്യയിൽ നിന്ന് അവർക്ക് ബിസിനസ് വരുന്നുള്ളൂ. അവർക്ക് 15ഓളം പ്ലാന്റുകളുണ്ട്. അതും ലോകം മൊത്തത്തിൽ സ്പ്രെഡായിട്ട് കിടക്കുവാണ്. അതിലും റോ മെറ്റീരിയലിനെ ഒരു പ്രത്യേക രാജ്യത്തിന്, ഇപ്പോൾ ചൈന പോലൊരു രാജ്യത്തിനെ ഒന്നും അവർ വലുതായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ ഒരു കമ്പനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കമ്പയർ ചെയ്യുന്നത് ഈ ഒരു ലോഹിയ കോർപ്പറേഷനുമായിട്ടാണെങ്കിൽ ഇവരുടെ ബിസിനസ് അപ്പോഴും ലോഹിയ കോർപ്പറേഷനേക്കാളും ബെറ്ററാണ്. പക്ഷേ ലോഹിയ കോർപ്പറേഷനിലെ അത്യാവശ്യം നല്ലൊരു ബിസിനസ് മോഡൽ. അവർ ഈ ഒരു B2B സെഗ്മെൻറ്റിൽ എഞ്ചിനീയറിംഗ് മോഡലുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ പല ടെക്നിക്കൽ പാർട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പാക്കേജിങ് ഇൻഡസ്ട്രിയിൽ ആ ഒരു എക്യുപ്മെൻറ്റ്സ്, ആ ഒരു മെഷീൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിലുണ്ട്. ഇവരുടെ 88% ഇതുപോലുള്ള ക്യാപിറ്റൽ എക്യുപ്മെൻറ്റുകൾ സെല് ചെയ്യുന്നതാണ് വരുന്നത്. ബാക്കി ആ ഒരു 11%-12% റവന്യൂസ് വരുന്നത് ആഫ്റ്റർ മാർക്കറ്റ് ഈ ഒരു സ്പെയർ പാർട്സുകൾ അത് വിൽക്കുന്നതിൽ നിന്നാണ്. ഇവരുടെ ഈ ഒരു ബിസിനസ് ഒരു നീഷ് ബിസിനസ് തന്നെയാണ്. ലോകത്തിൽ തന്നെ 15% മാർക്കറ്റ് ഷെയർ ഇവർക്കുണ്ട് ഈ ഒരു നീഷ് ബിസിനസ്സിൽ. അതുപോലെ 40% ഇന്ത്യയിലെ മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പോൾ ഇവരുടെ ബിസിനസ്സിലും വലിയൊരു ഡെറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്യാഷ് ഫ്ലോസ് ഉള്ളൊരു ബിസിനസ്സാണ്. അപ്പോൾ ഇൻഡോ എംഐഎമ്മിൻ്റെ അത്രയും നല്ല ബിസിനസ് അല്ല എങ്കിലും താരതമ്യേന നല്ലൊരു ബിസിനസ്സാണ് ഈ ഒരു ലോഹിയ കോർപ്പറേഷൻ ചെയ്യുന്നത്. അത്യാവശ്യം പൈസ ആ കമ്പനിയിലോട്ട് വരുന്നുണ്ട് ഈ ഒരു ബിസിനസ്സിൽ. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ റാങ്ക് ചെയ്യുകയാണെങ്കിൽ ഇൻഡോ എംഐഎം ആണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. രണ്ടാമത് ലോഹിയ കോർപ്പറേഷൻ, അതുപോലെ മൂന്നാമത് മാത്രമേ ഈ ഒരു എക്സ്ട്രാനെറ്റ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനി വരത്തുള്ളൂ. അതുപോലെ ഈ ഒരു കമ്പനികളുടെ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാനെറ്റ് ടെക്നോളജിയുടെ ഫൈനാൻഷ്യൽസ് ആയി നോക്കാം. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ റവന്യൂ ഗ്രോത്ത് ഓൾമോസ്റ്റ് 19% CAGR-ലാണ് വളർന്നിരിക്കുന്നത്. 222 2023 റവന്യൂസ് 2026 ആയപ്പോൾ 366 കോടിയായി. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റിൻ്റെ സ്ഥലത്താണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 5.98 കോടി 2023 നിന്ന് 10 കോടിയിലോട്ട്, അതായത് ഓൾമോസ്റ്റ് ഡബിൾ 2024 അതുപോലെ 3 ഇരട്ടി 2025 അതുപോലെ 2026 40 കോടിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു വാല്യൂഷൻ നമ്മൾ ആ ഒരു കമ്പനിയുടെ DRHPയിൽ കമ്പയർ ചെയ്തിരിക്കുന്ന ആ ഒരു സിൽവർടെക് ടെക്നോളജീസ്, ഡൈനാക്കോൺ സിസ്റ്റംസ്, കൊഫോർജോ ഒക്കെ ആയിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. ആ ഒരു കമ്പനികളുടെയൊക്കെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് നോക്കുകയാണെങ്കിൽ 21%, 26%, 16%. അപ്പോൾ അതിനേക്കാളും കൂടുതൽ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് ഉള്ള ഒരു കമ്പനിയാണ് ഈ ഒരു കമ്പനി. അവരുടെയൊക്കെ വാല്യൂഷൻസ് ആ ഒരു സിൽവർ ടച്ചിൻ്റെ ആണെങ്കിൽ 63 PE-യിലും കൊഫോർജിൻ്റെ ആണെങ്കിൽ 35 PE-യിലുമാണ്. ഡൈനാക്കോൺസിന് കുറച്ചുകൂടെ ആ ഒരു
നെറ്റ്വർത്തും കുറവാണ്, ആ ഒരു ഗ്രോത്തും കുറവാണ്. അപ്പോൾ അതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ആ ഒരു PE ആയിട്ടുള്ള 22 അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ളൊരു വാല്യൂഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ചീപ്പായിട്ടുള്ളൊരു വാല്യൂഷനാണ് താരതമ്യേന ആ ഒരു ഇതുമായിട്ട്. പക്ഷേ ഈ ഒരു കമ്പനിയുടെ ആ ഒരു ക്യാഷ് ഫ്ലോസും സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഈ ഒരു നമ്പേഴ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി വളരെ കുറവാണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂഷൻസ് അങ്ങനെ ചീപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പ്രോഫിറ്റ്സ് ഒന്നും ക്യാഷ് ഫ്ലോസ് ആയിട്ട് കമ്പനിയിലോട്ട് എത്തിയിട്ടില്ല. അതുപോലെ നമ്മൾ ആ ഒരു ഇൻഡോ MIMൻ്റെ ആ ഒരു ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ആ ഒരു റവന്യൂ ഗ്രോത്ത് ഓൾമോസ്റ്റ് 20% CAGR-ഉം പാറ്റ് ഗ്രോത്ത് 37% CAGR-ലുമാണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വളർച്ച ആ ഒരു കമ്പനിയിൽ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫൈനാൻഷ്യൽസ് തന്നെയാണ് ഈ ഒരു കമ്പനിയിലുള്ളത്. അവരുടെ ആ ഒരു റിട്ടേൺ റേഷ്യോസും അവർ ആ ഒരു 20% അടുത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ EBITDA മാർജിൻ ഓൾമോസ്റ്റ് 20% അടുത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡെറ്റ് ടു ഇക്വിറ്റി ഓൾമോസ്റ്റ് 0.7 കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ് ആ ഒരു കമ്പനിയുടെ ആ ഒരു വാല്യൂഷനിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അത് ഈ ഒരു IPO പ്രൊസീഡിങ്സിൽ ആ ഒരു ഡെറ്റ് കുറച്ച് കൊണ്ടുവരും എന്നുള്ളതൊരു കാര്യം തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ കാര്യത്തിൽ. എന്നാൽ ഈ ഒരു കമ്പനിക്ക് കോട്ട് ചെയ്യുന്ന ആ ഒരു 45 ഇരട്ടി പ്രൈസ് ടു ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് റീസണബിൾ ആയിട്ടുള്ള വാല്യൂഷനാണ്. ഏറ്റവും ചീപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഗ്രേ മാർക്കറ്റിൽ ഇത്തരം പ്രീമിയം ഉണ്ടെങ്കിൽ തന്നെ അത്ര ഒരു ചീപ്പായിട്ടുള്ള വാല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു കമ്പനി വെൽ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു കമ്പനിക്ക് ആ ഒരു പ്രീമിയം വാല്യൂഷൻ കിട്ടാനൊരു കാരണമുണ്ട്. ഈ ഒരു കമ്പനിയുടെ ആ ഒരു ബിസിനസ് ക്വാളിറ്റിയും ആ ഒരു കമ്പനിയുടെ സൈസുമാണ്. കുറച്ച് വലിയൊരു കമ്പനിയാണ് ഈ ഒരു കമ്പനി. 23,981 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള വലിയൊരു കമ്പനിയാണിത്. അതുപോലെ തന്നെ ഒരു മോണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ലൊരു ബിസിനസ്സാണ് ഈ ഒരു കമ്പനിക്ക് ഉള്ളത്. ഇന്ത്യയിൽ അവർക്ക് 40% മാർക്കറ്റ് ഷെയർ ഉണ്ട് ആ ഒരു ബിസിനസ്. അതൊക്കെ ഫാക്ടറിങ് ചെയ്യുമ്പോൾ ആ ഒരു 45 ഇരട്ടി എന്നുള്ളത് റീസണബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു ലോഹിയ കോർപ്പറേഷൻ്റെ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ ആ ഒരു റവന്യൂ ഗ്രോത്ത് ഓൾമോസ്റ്റ് 40%, പാറ്റ് ഗ്രോത്ത് ഓൾമോസ്റ്റ് 60%. അപ്പം നല്ലൊരു ഗ്രോത്ത് ആ ഒരു കമ്പനിക്കുണ്ട്. അതുപോലെ അവരുടെ KPIs നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. റിട്ടേൺ ഓൺ എക്വിറ്റി, റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓൾമോസ്റ്റ് 40% അടുപ്പിച്ചാണ്. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി 0.23 മാത്രമേ ഉള്ളൂ. അപ്പം അത് വളരെ നല്ലൊരു മെട്രിക്കാണ് ഈ ഒരു കമ്പനിയുടെ. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ഏർണിങ്സും കുറച്ച് നല്ലതാണ്. അവരുടെ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നല്ലൊരു ശതമാനത്തോളം പൈസ ഈ ഒരു കമ്പനിയിലോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു PSുമായിട്ടുള്ള വാല്യൂഷൻസ് ആ ഒരു രാജു എഞ്ചിനീയറിംഗ് ഒഴിച്ച് ബാക്കിയുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കമ്പനികൾ LMW ലിമിറ്റഡ്, മമത മെഷീനറി, ജ്യോതി CNC, അപ്പോൾ അതുപോലുള്ള കമ്പനികൾക്കൊക്കെ നല്ലൊരു പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ കിട്ടുന്നുണ്ട്. അവരുടെയൊക്കെ റിട്ടേൺ റേഷ്യോസ് വളരെ മോശമാണ് കമ്പാരിറ്റീവ്ലി. 14%, 4%, 8%, 16%. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിട്ടേൺ റേഷ്യോസ് ഉള്ള കമ്പനിക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഒരു വാല്യൂഷൻ ഈ ഒരു കമ്പനി ഉറപ്പായിട്ട് അർഹിക്കുന്നുണ്ട്. എന്നാലും ആ ഒരു 38 എന്നുള്ള ആ ഒരു പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ ഈ ഒരു കമ്പനിക്ക് വർത്തുവയിലാണ് ഈ ഒരു ഫൈനാൻഷ്യൽ റേഷ്യോസ് നോക്കുവാണെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ ക്വാളിറ്റി ഓഫ് ഏർണിങ്സ് ഈ ഒരു കമ്പനിക്കുണ്ട്. പിന്നെ ഇതൊരു സിക്ലിക്കൽ ബിസിനസ്സാണ്. ആ ഒരു കാപ്പെക്സ് സൈക്കിളും ഒക്കെ ആയിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. ഈ ഒരു ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സിലോട്ടുള്ള കമ്പനികളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സൈക്കിളുണ്ട്. ആ ഒരു സൈക്കിളിനനുസരിച്ച് മാത്രമേ ഒരു കമ്പനിക്ക് ഗ്രോത്ത് വരുന്നുള്ളൂ. അപ്പോൾ വലിയൊരു കാലഘട്ടത്തിലെ ആ ഒരു ഫൈനാൻഷ്യൽസ് നോക്കിയാൽ മാത്രമേ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു മാർക്കറ്റ് വാല്യൂഷൻസ് ആ PSുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്നത് ലോഹിയ കോർപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂഷൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വരുന്ന IPOs ഒന്നും അത്ര റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലല്ല വരുന്നത്. നമ്മൾ ആദ്യം കണ്ട ഈ ഒരു എക്സ്ട്രാന ടെക്നോളജീസിൻ്റെ ആ ഒരു 22 PE എന്ന് പറഞ്ഞത് ആ ഒരു കമ്പനിയുടെ ക്വാളിറ്റി ഓഫ് ഏർണിങ്സ് കുറവായതുകൊണ്ട് തന്നെ അത് അത്ര റീസണബിൾ ആയിട്ടുള്ള വാല്യൂഷൻ അല്ല. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡോ MIMൻ്റെ ആ ഒരു കമ്പനിക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ബിസിനസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ആ ഒരു കമ്പനിക്ക് നല്ലൊരു ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോസും നല്ലതാണ്. അപ്പോൾ ആ ഒരു 45 PE എന്ന് പറഞ്ഞാൽ വലിയൊരു ക്വാളിറ്റി ഉള്ള ഒരു കമ്പനിക്ക് കിട്ടുന്ന ഒരു പ്രൈസ് ടു ഏർണിങ്സ് ആയിട്ട് അതൊരു റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് ടു ഏർണിങ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു വാല്യൂഷൻസ് ഇപ്പോഴത്തെ ആ ഒരു മാർക്കറ്റ് വാല്യൂഷൻസും PSും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല റീസണബിൾ ആയിട്ടൊരു വാല്യൂഷനാണ്. അതുപോലെ തന്നെ ലോഹിയ കോർപ്പറേഷൻ്റെ വാല്യൂഷൻ ആ ഒരു കമ്പനിയുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ബിസിനസ്സും ആ ഒരു സിക്ലിക്കാലിറ്റി ഫാക്ടറിങ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ലോഹിയ കോർപ്പറേഷൻ്റെ ബിസിനസ് ഈ ഒരു ഇൻഡോ MIMൻ്റെ ബിസിനസ്സിന് അത്രയും നല്ലതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിക്ലിക്കലായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ അതുള്ള ബിസിനസ്സാണ്. ആ ഒരു കാപ്പെക്സ് സൈക്കിളിന് അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു കമ്പനിയുടെ ഗ്രോത്ത് കുറയാനും കൂടാനും ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബിസിനസ്സിന് 38 PE റീസണബിൾ ആയിട്ടുള്ളൊരു വാല്യൂഷനാണ്. ഒരു കമ്പനിയുടെ ആ ഒരു റിട്ടേൺ റേഷ്യോസും ഫൈനാൻഷ്യൽസും ഒക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂഷൻ കമ്പാരിസൺ നോക്കുവാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഇൻഡോ MIM ആണ് വരുന്നത്. ഏറ്റവും കൂടുതൽ PE റേഷ്യോ ഉള്ള കമ്പനിയാണ് ഏറ്റവും ചീപ്പ് 45 ടൈംസ് പ്രൈസ് ടു ഏർണിങ്സ് ഉള്ള ആ ഒരു ഇൻഡോ MIM. രണ്ടാമത് ഏറ്റവും കൂടുതൽ PE ഉള്ള ആ ഒരു കമ്പനിയായിട്ടുള്ള
ലോഹിയ കോർപ്പറേഷനാണ് രണ്ടാമത് ഏറ്റവും ചീപ്പായിട്ടുള്ള കമ്പനി, 38 PE ഉണ്ട്. പിന്നെ ഏറ്റവും കുറച്ച് PE ഉള്ള വെറും 22 PE ഉള്ള ആ ഒരു എക്സ്ട്രാനെറ്റ് ടെക്നോളജീസാണ് എനിക്ക് ഏറ്റവും വാല്യുവേഷൻ കൂടുതലായിട്ട് തോന്നുന്ന കമ്പനി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏണിങ്സിനുള്ള ക്വാളിറ്റി വളരെ കുറവാണ്. ക്യാഷ് ഫ്ലോസ് ആയിട്ട് ആ ഒരു കമ്പനി മാറ്റുന്നില്ല ആ ഒരു പ്രോഫിറ്റ്സ്. അപ്പോൾ ഈ ഒരു 3 IPOസിൻ്റെ കമ്പാരിസണിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ പറ്റി. പ്രൈസ് ടു ഏണിങ്സ് വെച്ച് ഒരിക്കലും നമുക്കൊരു കമ്പനിയെ വാല്യൂ ചെയ്യാൻ പറ്റില്ല. പ്രൈസ് എന്ന് വെച്ചാൽ ഒന്നാണ്, വാല്യൂ എന്ന് വെച്ചാൽ ഒന്നാണ്. വാല്യൂ എത്ര ഉണ്ട്, ആ ഒരു വാല്യൂവിന് താരതമ്യേന എത്ര പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൈസിന് നമുക്ക് കിട്ടുന്ന മൂല്യം എന്താണ്, രണ്ട് കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് ഒരു കമ്പാരിസണിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഇൻഡോ MIM, രണ്ടാമത് വരുന്നത് ലോഹിയ കോർപ്പറേഷനും, മൂന്നാമത് എക്സ്ട്രാനെറ്റ് ടെക്നോളജീസുമാണ് IPOയുടെ കാര്യത്തിൽ വരുന്നത്. ലിസ്റ്റിംഗ് ഗെയിൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻഡോ MIMനാണ് ഏറ്റവും കൂടുതൽ ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ ഇൻഡോ MIM ആണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട കമ്പനി ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി നമ്മൾ IPOയ്ക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ. രണ്ടാമത് ലിസ്റ്റിംഗ് ഗെയിൻസ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത് എക്സ്ട്രാനെറ്റ് ടെക്നോളജീസിനകത്താണ്. മൂന്നാമത് ലോഹിയ കോർപ്പറേഷനിൽ ആ ഒരു IPOയുടെ ഇഷ്യൂവിൻ്റെ കാരണവും ആ ഒരു സൈസും ഒക്കെ കാരണം തന്നെ ആ ഒരു കമ്പനിക്ക് ഡിമാൻഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയവും അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഇൻഡോ MIM, രണ്ടാമത് എക്സ്ട്രാനെറ്റ് ടെക്നോളജീസ്, മൂന്നാമത് ലോഹിയ കോർപ്പറേഷൻ. പക്ഷേ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ വ്യത്യാസമുണ്ട്. ലോഹിയ കോർപ്പറേഷൻ ആവും സെക്കൻഡ്, മൂന്നാമത് എക്സ്ട്രാനെറ്റ് ടെക്നോളജീസ് വരത്തുള്ളൂ. ആ ഒരു മേഖലയിലുള്ള കോമ്പറ്റീഷനൊക്കെ വലിയൊരു ഫാക്ടറാണ് ലോങ് റണ്ണിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ലോങ് ടേമിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റിയ കമ്പനിയിൽ ഏറ്റവും ടോപ്പ് വരുന്നത് ഇൻഡോ MIM, രണ്ടാമത് ലോഹിയ കോർപ്പറേഷൻ, മൂന്നാമത് മാത്രമേ എക്സ്ട്രാനെറ്റ് ടെക്നോളജീസ് വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 23 തൊട്ട് 27 വരെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഈ ഒരു 3 IPOസിനെ നമ്മൾ താരതമ്യം ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു 3 IPOസിൻ്റെയും കാര്യങ്ങൾ ഏകദേശം നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലോങ് ആയിട്ടുള്ള IPO വീഡിയോ അല്ലായിരുന്നു. ഒരു IPO എടുത്ത് നമ്മൾ നല്ല രീതിയിൽ ആ ഒരു ബിസിനസ്സിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് വാല്യൂഷനൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന IPO വീഡിയോ പോലെ അല്ലായിരുന്നു. ഷോർട്ടായിട്ട് 3 കമ്പനികളെ ഒന്ന് താരതമ്യം ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ ഷോർട്ടായിട്ടുള്ള താരതമ്യങ്ങളാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നെങ്കിൽ ആ ഒരു കാര്യം കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കണം. നമുക്ക് അതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ